അഷിർ ഇലൽ കലിമാത്തിലാത്തിയ ബിസ്മി ഇഷാറത്തിൻ ലിൽ ബഈദി ദാലിക തിൽക. ദാലിക തിൽക ചേർത്താണ് നമ്മള് ഹാദ ഹാദിഹി ചേർത്ത വായിച്ചത് മുമ്പേ. അതായത് fill in the blanks with ദാലിക ഓർ തിൽക എന്ന് പറഞ്ഞാൽ ദാലിക എന്ന് പറഞ്ഞാൽ അത്, തിൽക എന്ന് പറഞ്ഞാൽ അത്. വ്യത്യാസം എന്താണ്? യെസ്, ഫീമെയിലും മെയിലും. വായിക്കും. തിൽക ഉമ്മുൻ, അതെ. ദാലിക അബുൻ, ദാലിക കലമുൻ, തിൽക മിലാഅത്തുൻ, മിൽആഖത്തുൻ സ്പൂൺ, മിൽആഖത്തുൻ, തിൽക ഐനുൻ അല്ലേ? ദാലിക ഹജറുൻ, ദാലിക ഖമീസുൻ, ദാലിക ഖിദറുൻ, തിൽക സ്ത്രീലിംഗമായിട്ടാ പരിചയപ്പെടുത്തുന്നത്. തിൽക ഖിദർ, തിൽക നാഫിദത്തുൻ, തിൽക ബഖറത്തുൻ, ദാലിക മക്തബുൻ, തിൽക നാഖത്തുൻ, ഒട്ടകം, പെണ്ണൊട്ടകം. ഷീ ക്യാമൽ എന്ന് പറയും. ദാലിക മുഹന്ദിസുൻ, ദാലിക മുഅദ്ദിനുൻ, തിൽക മുമർരിദത്തുൻ, ദാലിക സരീറുൻ, തിൽക ഹദീഖത്തുൻ, തിൽക താലിബുൻ, ദാലിക ജമലുൻ, ത്വാലിബത്ത്, തിൽക ത്വാലിബത്ത്, ദാലിക ജമലുൻ, തിൽക ബത്തത്തുൻ. പുതിയ വാക്കുകൾ ഏതൊക്കെയാ? മുമർരിദത്തുൻ, ഹദീഖത്തുൻ, ബത്തത്തുൻ, മുഅദ്ദിനുൻ. മുമർരിദത്ത്, ഹദീഖത്ത്, ബത്തത്ത്, മുഅദ്ദിൻ, നാഖത്തു, ബൈലത്ത്. ബൈലത്ത് എഗ്ഗല്ലേ? എഗ്. താഴെ എഴുതിക്കുന്നത് അറിയാം. അസ്മാഉൽ ഇഷാറത്ത് ലിൽ ഖരീബി. ഇസ്മു എന്ന് പറയുന്ന നാമം, ഇസ്മുൽ ഇഷാറ സൂചന കൊടുക്കുന്ന നാമം. ലിൽ ഖരീബ് അടുത്തുള്ളതിന് ഹാദ എന്നും ഹാദിഹി എന്നുമാണ്. പുല്ലിംഗത്തിന് ഹാദ, സ്ത്രീലിംഗത്തിന് ഹാദിഹി. ഉദാഹരണം ഹാദ മുഹമ്മദ്, ഹാദിഹി ആമിന. അസ്മാഉൽ ഇഷാറത്ത് ലിൽ ബഈദി ദൂരെ ഉള്ളതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇസ്മ. അത് ഏതൊക്കെയാണ് ഇസ്മുകൾ? ദാലിക ഹാമിദ്, ദാലിക ഹാമിദ്, വതിൽക സൈനബ്. ഓക്കെ.